ഇന്നത്തെ മാച്ചിൽ ഡൽഹി നാണം കെട്ടാണ് തോറ്റത്. കൊൽക്കത്ത ടീം ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഡൽഹി ടീമിൽ ഋഷഭ് പന്ത് മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. പന്ത് ചെയ്ത ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ മണ്ടത്തരങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് കളി തോറ്റ ശേഷം ഡൽഹി ടീമിന്റെ കോച്ച് പോണ്ടിങ് ചൂടായിരിക്കുകയാണ്. ഇന്ന് കളി കഴിഞ്ഞ് പോണ്ടിങ് ദേഷ്യപ്പെട്ട് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഋഷഭ് പന്ത് ക്യാപ്റ്റൻസി എന്താണെന്ന് ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. രാജസ്ഥാൻ ടീമിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കണ്ട് പഠിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോഴത്തെ ഇന്ന് കളി തോറ്റ ശേഷം റിക്കി പോണ്ടിങ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഋഷഭ് പന്തിന് കാര്യങ്ങൾ ചെയ്യേണ്ടത് അറിയില്ല. ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കി. അവനെ ക്യാപ്റ്റൻസി പഠിപ്പിക്കുക ഈസിയല്ല. അവനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. നീ മറ്റ് ക്യാപ്റ്റന്മാരെ കണ്ടുപിടിക്കുക, പ്രത്യേകിച്ച് രാജസ്ഥാൻ ടീമിലെ സഞ്ജുവിനെ. എത്ര മനോഹരമായിട്ടാണ് സഞ്ജു അവിടെ ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്നത്. ഋഷഭ് പന്തിന് ഒരുപാട് കോച്ചിങ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മാച്ചിൽ അവൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. കൊൽക്കത്തയെ പോലെ ഒരു ടീമിനെതിരെയാണ് അവർ ഇന്ന് തോറ്റിരിക്കുന്നത്. പ്രധാനമായും ബാറ്റിങ്ങിലാണ് പണിയായത്. ബൗളിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചെങ്കിൽ അവരുടെ വിക്കറ്റുകൾ നേടാമായിരുന്നു. അതിലും ഞങ്ങൾ പരാജയപ്പെട്ടു. തെറ്റുകൾ മനസ്സിലാക്കി ഋഷഭ് പന്തിനെ പറഞ്ഞു കൊടുക്കും. അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പോണ്ടിങ് വ്യക്തമാക്കി. പോണ്ടിങ് കളി തോറ്റപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഋഷഭ് പന്തിന് കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ടു പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, സഞ്ജു രാജസ്ഥാനെ മികച്ച രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് പോണ്ടിങ് മാത്രമല്ല, ഒരുപാട് താരങ്ങൾ പറയുന്നുണ്ട്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയാണ് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ ഋഷഭ് പന്താകട്ടെ എല്ലാ കാര്യങ്ങളും മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നത്. ഋഷഭ് പന്തിനെയും സഞ്ജുവിനെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയുടെ ഏഴായിലത്ത് ഋഷഭ് പന്ത് വരില്ല. ഡൽഹി കളി തോറ്റപ്പോൾ പ്ലേ ഓഫ് സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.